ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ ഒരു യോഗം ഇന്നലെ ചേർന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജിയോട് 16 ചോദ്യങ്ങളാണ് ഇതിൽ അംഗങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതിനെല്ലാം അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചിലത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ മുൻ കേരള താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ടീമിനകത്തെ കമ്മിറ്റ്മെന്റിനെ കുറിച്ചും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: മുൻപ് കേരളത്തിന് വേണ്ടി കളിച്ച പല താരങ്ങൾക്കും ഇപ്പോൾ അർഹിച്ച ബഹുമതി ലഭിക്കുന്നില്ല. അവരെ നല്ല രീതിയിൽ ആദരിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ? അതുപോലെ തന്നെ പല ആരാധകരും പറയുന്നത് നമ്മുടെ താരങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നുമുള്ള കമ്മിറ്റ്മെന്റ് കുറവാണ് എന്നാണ്. അത് ഇംപ്രൂവ് ആകുമോ? ഇതായിരുന്നു ചോദ്യം. അതിന് അഭിക് നൽകിയ മറുപടി ഇപ്രകാരമാണ്: മുൻ താരങ്ങളുടെ ഒരു ലിസ്റ്റ് ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്. VVIP പാസ് നൽകിക്കൊണ്ട് അവരെ മത്സരങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്ഷണിക്കും. വരുന്ന സീസണിൽ നമ്മൾ അത് നടപ്പിലാക്കും. കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഒരു വാചകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ ആരാധകരും പണം നൽകുന്നത് 90 മിനിറ്റും ഹാപ്പി ആയിരിക്കാനാണ്. അവരെ അഭിമാനിതരാക്കുക എന്നുള്ളത് ടീമിന്റെ ഡ്യൂട്ടിയാണ്. ടീമിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച് കളിക്കുന്ന താരങ്ങളെ മാത്രമാണ് നമ്മളിപ്പോൾ പുതിയതായി ടീമിലേക്ക് കൊണ്ടുവരുന്നത്. പ്രശസ്തിക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങളെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നില്ല. ആ മെസ്സേജ് സ്ഥിരമായി താരങ്ങൾക്ക് നമ്മൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പിരിറ്റ് ആരാധകർക്ക് കളിക്കളത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും. ഇതാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. അതായത് മുൻപ് കേരളത്തിൽ കളിച്ചിട്ടുള്ള പ്രശസ്തരായ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദരിക്കും എന്ന ഒരു ഉറപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, കമ്മിറ്റ്മെന്റ് ഉള്ള താരങ്ങളെ മാത്രമാണ് ഇപ്പോൾ ടീമിലേക്ക് കൊണ്ടുവരുന്നത്. പ്രശസ്തിക്ക് വേണ്ടി കളിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉള്ള താരങ്ങളെ ഇപ്പോൾ ടീമിലേക്ക് എടുക്കുന്നില്ല. അത്തരത്തിലുള്ള താരങ്ങളെ മാറ്റി നിർത്തപ്പെടുകയാണ് എന്ന ഒരു വാഗ്ദാനം കൂടി ഇപ്പോൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.